എല്ലാവർക്കും നമസ്കാരം. എക്സോ കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടൊയോട്ട ക്രിസ്റ്റയുടെ ഒരു 3 അടിപൊളി മോഡലുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിൽ വന്നേക്കുന്ന 2 വെർഷനിൽ വന്നേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം. 2004 ടൊയോട്ട ആദ്യമായിട്ട് ഇന്നോവയെ ഇന്ത്യയിലേക്ക് പരിചയപ്പെടുത്തുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം വളരെയധികം മാറ്റങ്ങൾ ആ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ 2016 വളരെ ചേഞ്ച് ചെയ്ത് ഇറക്കിയ ഒരു മോഡലാണ് ക്രിസ്റ്റ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. MPV സെഗ്മെന്റിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മോഡൽ അത് എന്തെന്നാൽ അത് ക്രിസ്റ്റ തന്നെയാണ്. അത് ജനഹൃദയങ്ങളിലോട്ട് ഇത്രത്തോളം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെട്ട ഒരു മോഡൽ കൂടിയാണ് ഇന്നോവയുടെ ക്രിസ്റ്റ മോഡൽസ്. അതിൻ്റെ 2016 V മോഡലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. 2017 മോഡല് 2.4 G4 മോഡലാണ്. അപ്പോൾ ഈ മോഡലിൽ കുറച്ച് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ക്രോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോഗ് ലാമ്പ് ഗാർണിഷ്, സിൽവർ ഗാർണിഷ് ഫോഗ് ലാമ്പിൽ വരുന്നുണ്ട്. അതുപോലെ ബീഡിങ് വരുന്നുണ്ട്. വാഹനത്തിന്റെ സൈഡ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ റിയർ വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു ക്യാമറ യൂണിറ്റ്സ്, സറൗണ്ടിങ് ക്യാമറ ചെയ്തേക്കുന്ന 360 ഡിഗ്രി ക്യാമറ ചെയ്തേക്കുന്ന മോഡലാണ്. അതുകൊണ്ട് ഒരു ക്യാമറ യൂണിറ്റ്സ് വരുന്നുണ്ട്. ഡോർ വൈസർ കാര്യങ്ങളൊക്കെ അധികം ചെയ്തേക്കുന്നു. ക്രോംസ് നമുക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ബീഡിങ് എല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡ് സ്റ്റെപ്പ് കൂടെ നമുക്ക് ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തേർഡ് റോ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് വാഹനത്തിനകത്തിരിക്കുന്നവർക്ക് വ്യൂ കൂടുതൽ കിട്ടുന്നുണ്ട്. പ്രസൻസ്, റോഡുമായിട്ടുള്ള പ്രസൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ ടയറിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 16 ഇഞ്ച് 16 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്, അലോയ് വീൽസ് ആണ് വരുന്നത് വാഹനത്തിന്. വാഹനത്തിന്റെ പിൻഭാഗം നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് ആക്സസറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേറെ ആക്സസറീസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ വേറെ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അഡീഷണൽ ഷാർപ്പിൻ ആൻറ്റിനാസ് വരുന്നുണ്ട്. അതുപോലെ വൈപ്പർ വിത്ത് ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ യൂണിറ്റ്സ് അഡീഷണൽ ചെയ്തേക്കുന്നു. അതുപോലെ ഒരു സെൻസറിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് കാണാം. അതുപോലെ റിയർ ബമ്പർ പ്രൊട്ടക്ടറായിട്ട് ഒരു ഫീൽഡ് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് 7 സീറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് ഒരു 300 ലിറ്ററോളം ബൂട്ട് സ്പേസ് സഫീഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ സീറ്റൊക്കെ മൾട്ടി പർപ്പസ് സീറ്റാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എല്ലാ രീതിയിലും ഓവറോൾ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ടൊയോട്ട ക്രിസ്റ്റയെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ് വാഹനം യൂസ് ചെയ്തിരുന്നതും ഇത്ര നാളായിട്ട്. അതുപോലെ നമുക്ക് അഡീഷണൽ ലെതർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ ഒരു ലെതർ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ നമുക്ക് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ടച്ച് പാഡ് വരുന്ന ഓഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ്, കാർ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നാവിഗേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ടൊയോട്ട ക്രിസ്റ്റയിലുള്ള ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാ ഡോർസിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി തന്നെയാണ് വാഹനത്തിൽ കിട്ടുന്നത്. അതുപോലെ സീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് വാഹനത്തിന് വരുന്നത്. ലോങ് ഡ്രൈവിൽ പോവുകയാണെങ്കിലും നമുക്ക് 7 മെമ്പേഴ്സിനും വളരെ കംഫർട്ടായിട്ട് സിറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ടൈപ്പിൽ തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റുകൾ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് റോ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് നമുക്ക് വാഹനത്തിന് കാണാം. അത് തന്നെയാണ് നമുക്ക് ഇന്നോവയിലെയും ക്രിസ്റ്റയിലെയും അഡ്വാൻറ്റേജ് എന്ന് പറയാം. അതായത് നമുക്ക് ലോങ് പോകുന്ന സമയത്തും വളരെ വൈഡായിട്ടുള്ള ഒരു സീറ്റിംഗ് കംഫർട്ട് വാഹനം നൽകുന്നു. നമുക്ക് എല്ലാ പർപ്പസിലും എല്ലാ ടെറൈനിലും യൂസ് ചെയ്യാൻ ടൈപ്പിലാണ് അതിൻ്റെ ഒരു ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഓവറോൾ നമുക്ക് മൾട്ടി പർപ്പസ് വാഹനം എന്നുള്ളത് നമുക്ക് ഒരു 100% മാർക്ക് കൊടുക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ടൊയോട്ട ക്രിസ്റ്റ. അടുത്തതായി പരിചയപ്പെടുന്നത് 2016 2.8 Z മോഡലാണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്.
88,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനമാണ്. അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ള മോഡലാണ്. നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ്. അതിൻ്റെ എക്സ്റ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രില്ല് കാര്യങ്ങളിലൊക്കെ ഫിനിഷിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ നമുക്ക് ഫോഗ് ലാംപ്സിൽ ഗാർണിഷ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് വ്യൂവിലോട്ട് വരുമ്പോൾ നമുക്ക് 17 ഇഞ്ച് അലോയ്സ് ആണ് വാഹനത്തിന് വരുന്നത്. കുറച്ചുകൂടി 1 ഇഞ്ച് കൂടുതലാണ് ടയറിൻ്റെ സൈസ് കൂടുതൽ വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റർ വിത്ത് മിറേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ സ്റ്റൈല് ഫിനിഷിങ്ങിലൊക്കെ. കീലെസ് എൻട്രി കൊടുത്തിട്ടുണ്ട് വാഹനത്തിൽ. അതുപോലെ ഈ വാഹനത്തിന് നമുക്ക് അഡീഷണൽ ഡോർവേസ് കാര്യങ്ങളൊക്കെ കാണാം. സൈഡെല്ലാം ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവറോൾ കുറച്ച് വ്യത്യാസങ്ങളുള്ള ഒരു മോഡലാണ് ഇസഡ്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടും ഫിനിഷിംഗും ആയിട്ടാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്സ് ആണ് വരുന്നത്. ഒരു വുഡിന്റെ ഒരു ക്രോം കൂടെ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. 3 സ്പോക്സ് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്. അതുപോലെ ക്ലസ്റ്ററിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഫിനിഷിംഗ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സിൽവർ ക്രോം ഫിനിഷിങ്ങിലുള്ളൊരു ഡാഷ്ബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡിൻ ആയിട്ടുള്ള ഒരു ഓഡിയോ തന്നെയാണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ നമുക്ക് 2.8 ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വാഹനം. അതിൽ നമുക്ക് ഇൻബിൽറ്റ് വരുന്ന ലെതർ കാര്യങ്ങളൊക്കെയാണ് സീറ്റൊക്കെ വരുന്നത്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂട്ടിലിറ്റി സഫീഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. നമുക്ക് റിയറിലുള്ള പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഇന്റീരിയറിൽ അതിൻ്റെ നമുക്ക് AC വെന്റ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇസഡിൽ വരുന്നുണ്ട്. വാഹനത്തിന്റെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിയർ സ്പേസ് തന്നെ വാഹനത്തിനുള്ളത്. അതുപോലെ നമുക്ക് അതിന്റെ ഫിനിഷിങ് പറഞ്ഞതുപോലെ ഇസഡ് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ക്രോം വിത്ത് വുഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ 7 സീറ്റർ ആണ് വാഹനം. അതുപോലെ തന്നെ നമുക്ക് ലോങ് ഡ്രൈവ് കാര്യങ്ങളിലൊക്കെ വളരെ കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് 7 സീറ്റർ വാഹനങ്ങളിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ റിയറിലുള്ള അഡ്ജസ്റ്റ്മെന്റ് AC വെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട് ഈ സെറ്റിൽ. ഓവറോൾ നമുക്ക് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ് വാഹനം വരുന്നത്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് 2021 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 2.4 G4 വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്. 80,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. അതുപോലെ നമുക്ക് വാഹനത്തിന്റെ ഡിസൈനിങ്ങിലും കാര്യങ്ങളും കുറെ ചേഞ്ച് വന്നേക്കുന്ന ഒരു മോഡൽ കൂടിയാണ്. ക്രിസ്റ്റയുടെ 2021 മോഡൽ. നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ മോഡലിനെ അപേക്ഷിച്ച് കുറേ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിലുള്ള വ്യത്യാസങ്ങളുണ്ട്. വളരെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിലാണ് അതിന്റെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഫോഗ് ലാമ്പിന്റെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ബേസ് റേഞ്ച് മോഡൽ ആയതുകൊണ്ട് ഫോഗ് ലാമ്പ് അഡീഷണൽ ഇല്ല. അതിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഫ്രണ്ട് ഡിസൈൻസിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് 2021 വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെയധികം ചേഞ്ചസ് ഒന്നും സൈഡ് വ്യൂവിൽ വന്നിട്ടില്ല. നമുക്ക് ഇൻഡിക്കേറ്റർ വിത്ത് മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡോറിന്റെ സൈഡിലൊക്കെ ഒരു ക്രോം യൂണിറ്റ്സ് കാണാം നമുക്ക്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് ഒരു അഡീഷണൽ സൈഡ് സ്റ്റെപ്പ് നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡോറിന്റെ സൈഡിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അലോയിന്റെ ഡിസൈൻസിൽ നമുക്ക് ഈ മോഡലിൽ 2021 മോഡലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ ഡിസൈൻസ് കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ടൈൽ ലാമ്പിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വലിയ ചേഞ്ചസ് എന്ന് പറയാനായിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനമാണ്. എങ്കിൽ പോലും അതിൽ വന്നേക്കുന്നത് നമുക്ക് റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പോയിലർ, സ്റ്റോപ്പ് മൗണ്ടൻ ലാംപ്സ് വരുന്നുണ്ട്. നമുക്ക് ഷാർഫിൻ ആന്റിന അതൊക്കെ പഴയ മോഡലിലേക്ക് തന്നെ നമുക്ക് ഉള്ളതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് പറയത്തക്ക മാറ്റങ്ങളൊന്നും റിയറിൽ വരുത്തിയിട്ടില്ല. അതുപോലെ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതുപോലെ നമുക്ക് മിഡിലിൽ ഒരു ആംറസ്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നു. നമുക്ക് 3 പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിയർ സീറ്റിൽ 3rd റോയിൽ 3 പാസഞ്ചേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ആംറസ്റ്റ് നമുക്ക് ഒരു അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ് വാഹനം യൂസ് ചെയ്തിരുന്നതും ഇത്ര നാള്. അപ്പോൾ അതിന്റെ ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് ഫാബ്രിക്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ ഇന്റീരിയറിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഈ മോഡലിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കുറച്ച് അതിന്റെ ഡിസൈൻസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ പാനലിലുള്ള
നമുക്ക് വുഡനൊക്കെ മാറി കുറച്ചൊരു സിൽവർ ഫിനിഷിങ്ങിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് അതിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ വരുന്നത്. അതുപോലെ നമുക്ക് എന്റർടൈൻമെന്റ് സിസ്റ്റം നമുക്കൊരു 7 ഇഞ്ച് എന്നുള്ളത് 8 ഇഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലൊരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് പഴയ മോഡലിനെ അനുസരിക്കുന്ന തരത്തിലുള്ള യൂട്ടിലിറ്റി തന്നെയാണ് ഈ വാഹനത്തിലും നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിലും നമുക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും പിൻഭാഗത്തും വരുത്തിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ഇതിലുള്ള ഒരു ഡിസൈൻസിന്റെ അതിന്റെ ആ ഒരു ഫിനിഷിങ്ങിലുള്ള ഒരു ഡിസൈൻസ് കളർ ഡിഫറൻസ് ആണ് കൊടുത്തേക്കുന്നത്. മെയിനായിട്ട് ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് ഈ മോഡലിൽ ഒരു കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു ആംറസ്റ്റ്, കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു ആംറസ്റ്റ് നമുക്ക് റിയർ സീറ്റ്സിൽ വരുന്നുണ്ട്. ഇതൊരു 8 സീറ്റർ വെഹിക്കിൾ ആണ്. അതുപോലെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് യൂട്ടിലിറ്റി.